നമസ്കാരം. ഒരു സക്സസ്ഫുൾ ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തുക എന്ന് പറയുന്നത് വളരെയധികം ഹാർഡ് വർക്കിംഗ് വേണ്ട ഒരു കാര്യമാണ്. നമ്മള് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ആളുകൾ ചിന്തിക്കുന്നത് എന്താ, നമ്മളൊരു സാധനം വാങ്ങിയിടുന്നു, അതവിടെ കിടന്നു, കയറുമ്പോൾ വിൽക്കുന്നു, അതാണ് ഇൻവെസ്റ്റ്മെന്റ്. അത് മാത്രമല്ല ഇൻവെസ്റ്റ്മെന്റ്, അത് ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമ്മളൊരു സാധനം വാങ്ങിയിട്ടു, അത് എപ്പോഴെങ്കിലും അവിടെ കിടന്നു, കുറെ താഴോട്ട് പോയി, അത് കഴിഞ്ഞ് കുറെ മുകളിലോട്ട് വന്നു, റേറ്റ് കയറുമ്പോൾ നമ്മൾ കൊടുത്തു, അത് മാത്രമല്ല ഇൻവെസ്റ്റ്മെന്റ്. ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുമ്പോൾ വളരെയധികം ഹാർഡ് വർക്കിംഗ് ഉണ്ട് അതിന്റെ പിന്നിൽ. കാരണം നമ്മൾ മെന്റലി വളരെയധികം പ്രിപ്പയർ ആകേണ്ടതുണ്ട്. നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് മണി സ്വരൂപിക്കുക എന്നത് ആദ്യത്തെ കാര്യം. ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ, നമ്മൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ ആദ്യം വേണ്ടത് എന്താ? പണം ഉണ്ടാക്കണം, പണം സ്വരൂപിക്കണം. പണം ഉണ്ടാക്കുമ്പം ആദ്യം ഒരു ലംസം എമൗണ്ട് കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ അതിന് തുടർന്ന് ആ സ്ക്രിപ്പിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്, അതിന്റെ വരുംവരായികൾ ആദ്യം ചിന്തിക്കേണ്ടതുണ്ട്, അതിന്റെ വരുംവരായികൾ പഠിക്കേണ്ടതുണ്ട്. ആ റേറ്റ്, ഇപ്പോൾ നിൽക്കുന്ന റേറ്റ് അഭികാമ്യമാണോ, അല്ല ഇനി അതിനുള്ളിൽ റേറ്റ് കറക്ഷൻ ഉണ്ടായാൽ എവിടം വരെ ഉണ്ടാവാം, അത് എവിടെയെല്ലാം വന്നാൽ എത്ര തവണ എത്ര താഴേക്ക് വരാം, അല്ലെങ്കിൽ എത്ര മുകളിലേക്ക് പോകാം, നമുക്ക് അതിനുള്ളിൽ എവിടെയെല്ലാം അത് നിക്ഷേപിക്കേണ്ടി വരും, ആവറേജ് ചെയ്യേണ്ടി വരും. പ്രൈസ് ഒരു പക്ഷെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും നമ്മൾ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് മണി ഉപയോഗിച്ചുകൊണ്ട് അതിനെ ആവറേജ് ചെയ്യേണ്ടി വരും. ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ചിന്തിക്കുന്നുണ്ട്. ശരിക്കും ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ശരിക്കും വളരെയധികം ഹാർഡ് വർക്കിംഗ് വേണ്ട, മെന്റലി വലിയ പ്രിപ്പറേഷൻ വേണ്ട ഒരു കാര്യമാണ്. ആരും തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞ പ്രിപ്പറേഷൻ കൊണ്ടൊന്നുമല്ല. ഒരു സ്ക്രിപ്റ്റ് ബൈ ആണ്, അല്ലെങ്കിൽ കയറി പോകുന്നത് കണ്ടുകൊണ്ട് 2 ലക്ഷം രൂപ അതിനകത്തേക്ക് എടുത്തിട്ടു, എന്നിട്ട് ഞാൻ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞായിരിക്കുന്നു. ഒരു പക്ഷെ അത് ആ 2 എന്നുള്ളത് പെട്ടെന്ന് തന്നെ 3 ആയി മാറാം, അല്ലെങ്കിൽ ആ 2 എന്നുള്ളത് 1 ആയിട്ട് ചുരുങ്ങാം. സംഭവിച്ചു കഴിയുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് റിയാക്ട് ചെയ്യുന്നു എന്നതിനപ്പുറം ഒരു ഇൻവെസ്റ്റ്മെന്റിലേക്ക് കടക്കുമ്പോൾ ആ കമ്പനി എന്താണ്, കമ്പനി പ്രോഡക്റ്റ് എന്താണ്, ഇത്തരം കാര്യങ്ങൾ റിസർച്ച് വളരെയധികം റിസർച്ച് ചെയ്ത് ഉറപ്പുവരുത്തി നമുക്ക് അറിയാവുന്നതും സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യം മനസ്സിലാക്കിയാണ് ആദ്യം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനുള്ള കമ്പനി സെലക്ട് ചെയ്യേണ്ടത്. അത് സെലക്ട് ചെയ്താൽ മാത്രം പോരാ, പിന്നീട് നമ്മളൊരു സെലക്ട് ചെയ്തു എല്ലാ കാര്യങ്ങളും പഠിച്ചു, ഈ കമ്പനി ഓക്കെയാണ്, അടുത്തൊരു 15 വർഷം അല്ലെങ്കിൽ 20 വർഷത്തേക്ക് നല്ല ഗ്രോത്ത് കാണിക്കും, ഇത് ആവശ്യമുള്ളതാണ്, ഏറ്റവും പെർഫെക്റ്റ് ആണ് എന്നെല്ലാം ചിന്തിച്ച് നമ്മൾ മനസ്സിലാക്കി വന്നാലും അതോടുകൂടി നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ തീരുമാനിച്ചു, നമ്മൾ അതിൽ കയറി എൻട്രി എടുത്താൽ അവിടെ വെച്ച് നമ്മുടെ ഇത് അവസാനിക്കുകയല്ല. അവിടെ വെച്ച് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് വർക്ക് തീർന്നിട്ടില്ല. നമ്മൾ അതിൽ എൻട്രി എടുക്കുന്നതിന് മുമ്പ് എത്ര എടുക്കണം, എവിടെ വെച്ച് എടുക്കണം, എങ്ങനെ എടുക്കണം എന്നൊക്കെ തീരുമാനിച്ചു നമ്മൾ ആ എൻട്രി എടുത്തു, അതിനുള്ള ഫണ്ട് മാറ്റി വെച്ചു എന്ന് കൂട്ടാം. അപ്പോഴും അത് തീരുന്നില്ല. ഇൻവെസ്റ്റ്മെന്റിനെ നമ്മൾ നിരന്തരമായി വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം, ഏതെല്ലാം റേഞ്ചിൽ അത് വരുന്നുണ്ട്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഉള്ള സെനാരിയോ നിലനിൽക്കുന്നുണ്ടോ മാർക്കറ്റിൽ എന്നത് ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മൾ നല്ലൊരു മൂവ്മെന്റ് ഉള്ള ഈ സമയത്ത് നല്ലൊരു സാധനത്തിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്തു, അത്യാവശ്യം മൂവ്മെന്റ് ഉള്ള സീസണൽ ആയിട്ടുള്ള സാധനത്തിലാണ് ചെയ്തതെങ്കിൽ ആ സീസണൽ സ്റ്റോക്ക് ആണെങ്കിൽ ആ സീസൺ കഴിയുമ്പോൾ അതിന്റെ കറക്ഷൻ വരാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, അവിടെ വെച്ച് എക്സിറ്റ് എടുക്കണോ, അല്ല ഇനി താഴോട്ട് വരുമ്പോൾ വീണ്ടും ആവറേജ് ആണോ ചെയ്യേണ്ടത്, നമ്മൾ അതിനെ ദീർഘകാലത്തേക്ക് നിക്ഷേപിച്ച് കൊണ്ടുപോകാൻ തയ്യാറാകുകയാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മളൊരു സ്ക്രിപ്പ് എടുത്തു, ബൈ ചെയ്തു, ഇൻവെസ്റ്റ് ചെയ്തു എന്നതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തം പൂർണ്ണമായിട്ട് അവസാനിക്കുന്നില്ല. ഇൻവെസ്റ്റ്മെന്റിൽ ചെയ്യുമ്പോൾ നമുക്ക് മൈൻഡിനെ ഡിസിപ്ലിൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം. കാരണം ബേസിക് ഹ്യൂമൻ നേച്ചറിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മൾ ചെയ്യേണ്ടി വരിക. ഇപ്പൊ നമ്മളൊരു സാധനം വന്നു, ഒരു ഷെയർ കണ്ടുപിടിച്ചു, ഒരു കയറി പോവുകയാണ് എന്ന് കണ്ടുകൊണ്ട് അതിന്റെ ഒപ്പം ആളുകൾക്കൊപ്പം ചാടി കയറി അതിനകത്ത് വാങ്ങി വെച്ചാൽ അത് ഇൻവെസ്റ്റ്മെന്റ് ആകുന്നില്ല. നമ്മൾ നോർമലി ബേസിക് ഹ്യൂമൻ നേച്ചേഴ്സിന് ഓപ്പോസിറ്റ് ആയിട്ട് ആളുകൾ എന്ത് ചെയ്യുന്നു എന്നതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് പ്രോഫിറ്റായി മാറുന്നത്. ഒരു പാനിക് സിറ്റുവേഷൻ വന്നു, ഒരു പാനിക് സിറ്റുവേഷൻ വരുമ്പോൾ എന്താ സംഭവിക്കുക, ആളുകളെല്ലാം വിറ്റൊഴിയുമ്പോൾ ആ കൂടെ നമ്മളും വിറ്റിട്ട് ഓടിക്കഴിഞ്ഞാൽ കാര്യമുണ്ടോ? ഒരു 2 ദിവസം അല്ലെ 3 ദിവസം ഒരു ആ സ്ക്രിപ്പ് അല്ലെങ്കിൽ മാർക്കറ്റ് ഒന്ന് കറക്ഷൻ കാണിക്കുമ്പോഴത്തേക്ക് അയ്യോ വിട്ടു, നഷ്ടം വന്നേന്ന് പറഞ്ഞ ആളുകൾ ഓടി രക്ഷപ്പെടുമ്പോൾ അവിടെ നമ്മുടെ ഓപ്പർച്യൂണിറ്റിയാണ്.
നമ്മൾ കണ്ടെത്തി നമുക്ക് ഉറപ്പുള്ള ഈ ഷെയർ മാർക്കറ്റിലെ എന്തെങ്കിലും ഒരു റീസൺ കൊണ്ട് കറക്റ്റായ ഷെയർ ആ കമ്പനിയുടെ ഫണ്ടമെന്റ്സ് ഒരു മാറ്റം വരുന്നില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു ഓപ്പർച്യൂണിറ്റി ആണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റണം. സ്വാഭാവികം നമ്മൾ ഇതെല്ലാം പറയുമെങ്കിലും ആളുകൾ ഇതെല്ലാം പറയുമെങ്കിലും ബൈ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന വെച്ചാൽ ഒരു സെല്ലിങ് വരുന്ന സമയത്ത് നമ്മൾ ഈ ഇൻവെസ്റ്റ്മെന്റിന് കണ്ടുപിടിച്ച ഷെയർ, ഞാനൊരു ഉദാഹരണ സഹിതം പറയാം, നമ്മൾ 500 രൂപ റേഞ്ചിൽ നിൽക്കുന്ന ഷെയർ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി നമ്മൾ കണ്ടുപിടിച്ചു, പക്കയാണ്. എന്തെങ്കിലും കറക്ഷൻ വന്നാൽ ഇതൊരു 400 അല്ലെ 350, മാക്സിമം 300 വരെ വരാം. ഇവിടെ എല്ലാം വന്നാൽ ഞാൻ ഇത്രയെല്ലാം എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് പഠിച്ച് എഴുതി വെച്ച് റെഡിയായിട്ട് ഇരിക്കുന്നു. മാർക്കറ്റിൽ ഒരു കറക്ഷൻ വന്നു, നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇത് 400 രൂപ, 450 വരാം, 400 വരാം, 350 വരാം, അങ്ങേയറ്റം ദ വേസ്റ്റ് കേസ് 300 വരെയും വരാമെന്ന് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്. അത്തരം സിറ്റുവേഷൻ എല്ലാം മുൻകൂട്ടി കണ്ട് പ്രഡിക്റ്റ് ചെയ്ത് നമ്മൾ വെച്ചിരിക്കുന്ന സംഭവം പെട്ടെന്ന് മാർക്കറ്റിലൊരു പ്രശ്നം വന്നു, എക്കണോമിക്കൽ ഗ്രോത്ത് ഡൗൺ ആണ്, അല്ലെങ്കിൽ ചൈനയിൽ ഒരു പ്രശ്നം ഉണ്ടായി, അവിടെ ഒരു പ്രശ്നമായി, വേൾഡിൽ ഒരു പ്രശ്നം ഉണ്ടായി. ഇത്തരം സിറ്റുവേഷൻസ് അല്ല ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരുന്നത് പാൻഡമിക് പോലെ സിറ്റുവേഷൻ ഉണ്ടായി. ഇത്തരം സിറ്റുവേഷൻ ഉണ്ടായി എന്ന് കേൾക്കുമ്പോൾ മാർക്കറ്റിൽ ഒരു സെൽ ഓഫ് വരുന്നു. ആ സെൽ ഓഫ് സ്വാഭാവികമായിട്ടൊരു പാനിക് ക്രിയേറ്റ് ചെയ്യും. ആ പാനിക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ 500 പറഞ്ഞ സ്ക്രിപ്പ് ഓക്കെ നമ്മൾ സന്തോഷത്തോടെ ഇരിക്കും. 450 460 വരട്ടെ 450 വരട്ടെ, നമ്മൾ വെയിറ്റ് ചെയ്യണം. 450 വരുമ്പോൾ നമ്മൾ ഈസി ആയിട്ട് നമ്മുടെ ആ മൈൻഡിന്റെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചെങ്കിലേ നമ്മൾ 450 ഒരു വഴി എടുത്തു. ഓക്കെ, നമ്മുടെ ആവറേജ് കുറഞ്ഞു, വീണ്ടും അത് താഴോട്ട് വരികയാണ്. ഓക്കെ, നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് നോർമൽ നോ പ്രോബ്ലം. 400ലേക്ക് എത്തുമ്പോഴത്തേക്ക് ഇതിന് തിരിച്ച് കയറില്ലേ? 2-3 ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് 1.5 ആഴ്ച കൊണ്ട് ഇത്രയും കറക്റ്റ് ചെയ്തൊരു സാധനത്തിൽ എന്തെങ്കിലും അപകടം പതുങ്ങി ഇരിപ്പുണ്ടോ? ഇത് തിരിച്ചു കയറില്ലേ? നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ ചിന്തകൾ എന്താണ് സംഭവിക്കണേ? ആളുകൾക്കൊപ്പം നമ്മൾ സഞ്ചരിക്കാൻ തുടങ്ങുകയാണ്. അപ്പൊ നമ്മൾ വായിക്കുന്ന കാര്യങ്ങളെല്ലാം നെഗറ്റീവ്. മാർക്കറ്റിലേക്ക് കേൾക്കുമ്പോൾ ആളുകളെല്ലാം പറയുന്നു മാർക്കറ്റ് തകരുവാണ്, മാർക്കറ്റിന് കയറില്ല, മാർക്കറ്റ് അങ്ങനെയാണ്, മാർക്കറ്റ് സെൽ ഓഫ് ആണ്, മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്. നമ്മൾ വായിക്കുന്ന വാർത്തകൾ, കേൾക്കുന്ന കാര്യങ്ങൾ എല്ലാം നമ്മളെ മൈൻഡിലേക്ക് ഇങ്ങനെ റെക്കോർഡ് ചെയ്തപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ എന്തെങ്കിലും നമ്മൾ ഏർലിയർ പ്രതീക്ഷിച്ചേക്കാണ് 400, പക്ഷെ ആ 400 വരുമ്പോൾ എടുക്കാനുള്ള ധൈര്യമോ കപ്പാസിറ്റിയോ നമുക്ക് ഉണ്ടായിക്കോണമെന്നില്ല. അവിടെ വെച്ച് ഭയം, അതായത് ആൾക്കൂട്ടത്തിനൊപ്പം നമ്മൾ മൂവ് ചെയ്യാൻ തുടങ്ങുകയാണ്. ആ മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരുപക്ഷെ ഓക്കെ അത്ര എമൗണ്ടിന് മേടിക്കണ്ട, ഇനിയും ഒരുപക്ഷെ 2 ദിവസത്തിനുള്ളിൽ ഇത് കറക്റ്റ് ചെയ്യുക, അതുകൊണ്ട് കുറച്ച് മേടിക്കാം, അല്ലെങ്കിൽ ഇപ്പൊ തൽക്കാലം മേടിക്കണ്ട 350ലേക്ക് വരട്ടെ എന്ന ചിന്തയിലേക്ക് നമ്മുടെ മൈൻഡ് തന്നെ മാറും. അങ്ങനെ മാറി കഴിയുമ്പോൾ നമ്മള് ആ 350 വന്നു, 350ലേക്ക് ഫ്ലാഷ് ഷോട്ട് വന്നു. ഫ്ലാഷ് ഷോട്ട് വന്ന സമയത്ത് എന്താ സംഭവിക്കും? അയ്യോ, കാരണം നമ്മൾ 350 വരുമെന്ന് പ്രതീക്ഷയുണ്ട്, പക്ഷെ ഫുൾ നെഗറ്റിവിറ്റിയാണ്, മാർക്കറ്റ് തകരുകയാണ്, മാർക്കറ്റ് ഇനി അടുത്ത് അപ്പോഴത്തേക്ക് പ്രൊഡിക്ഷൻസ് വരുന്നു, ആൾക്കാരുടെ പഠനം വരുന്നു, പ്രീവിയസ് എന്താ പറയാ ഹിസ്റ്റോറിക്കൽ കാര്യങ്ങൾ നോക്കുമ്പോൾ ഇത് കുറെ കാലത്തേക്ക് ഇനി മാർക്കറ്റ് റിക്കവർ ആവില്ല, അല്ലെങ്കിൽ ലോകത്തിൽ സാമ്പത്തിക വ്യവസ്ഥ തകർന്നു പോവുകയാണ്. ഇത്തരം ചിന്താഗതിയുള്ളവർ വരും. എപ്പോഴും മാർക്കറ്റിൽ ഈ 2 ചിന്താഗതി, ഒന്ന് ഗ്ലോബൽ എക്കണോമിക് വളരുമെന്നും ഒന്ന് ഗ്ലോബൽ എക്കണോമിക് തകരുമെന്നും ചിന്തിക്കുന്ന 2 കൂട്ടരില്ലെങ്കിൽ ലോകത്തുള്ള മാർക്കറ്റുകളൊക്കെ മൂവ് ചെയ്യോ? ഇല്ല. അപ്പം ഈ കൂടുതൽ ആളുകൾ നമ്മളെ ഇതിനകത്ത് ഒന്നെങ്കിൽ കയറും അല്ലെങ്കിൽ ഇറങ്ങും എന്ന ചിന്തയാണുള്ളത്. ഈ ചിന്തയിലേക്ക് കൂടുതൽ ആളുകൾ നമ്മളും ആ ആൾക്കൂട്ടത്തിനൊപ്പം, അതായത് ഏത് രീതിയിലേക്ക് പോകുന്നു ആ ആൾക്കൂട്ടത്തിനൊപ്പം പാനിക്കിനൊപ്പം നമ്മൾ ഒഴുകാൻ തുടങ്ങും. അങ്ങനെ കുറേശ്ശെ ചിന്താഗതി ആളുകളുടെ മാറി വരുമ്പോൾ സ്വാഭാവികം നമ്മൾ എന്ത് ചെയ്യും? 350 എത്തുമ്പോൾ ചിലപ്പം അവിടെ വെച്ച് നമ്മള് എടുക്കാമെന്ന് ചിന്തിച്ചല്ലേ ആവറേജ് ചെയ്യാമെന്ന് ചിന്തിച്ചൊക്കെ നമ്മുടെ മൈൻഡിൽ നിന്ന് പോയിട്ടുണ്ടാവും. അവിടെ വെച്ച് സ്വാഭാവികമായിട്ട് നമ്മൾ സംഭവിക്കാൻ പോണെന്ന് വെച്ചാൽ നമ്മൾ മുടക്കിയ പണത്തിന്റെ വാല്യൂ വെച്ച് നോക്കുമ്പോൾ അതിന്റെ ഏതാണ്ട് പകുതിയോളം വാല്യൂ താഴ്ന്നു നിൽക്കുന്ന പൊസിഷൻ നമ്മൾ അവിടെ വെച്ച് സ്ക്വയർ ഓഫ് ചെയ്ത് കളയാൻ സാധ്യത. നോർമലി ഞാനും നിങ്ങളടക്കം വരുന്ന കോമൺ മാൻ ചെയ്യാൻ പോണ കാര്യം അതാണ്. അവിടെ വെച്ച് സ്ക്വയർ ഓഫ് ചെയ്യും. അവിടെ വെച്ച് ആ നഷ്ടം സഹിച്ചുകൊണ്ട് 1 ലക്ഷം രൂപയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതെങ്കിൽ എന്റെ 50,000 പോയി, ഇനി ബാക്കി ബാലൻസ് 50,000 എനിക്ക് രക്ഷിച്ചെടുക്കണം എന്ന് എന്തെങ്കിലും ഞാൻ അവിടെ വെച്ച് സ്ക്വയർ ഓഫ് ചെയ്യും. ആൾക്കൂട്ടത്തിനൊപ്പം സഞ്ചരിക്കുക നമ്മൾ എപ്പോഴും ചെയ്യുന്നത്. ആൾക്കൂട്ടത്തിന് എതിരായിട്ട് നിന്നുകൊണ്ട് എന്ന് പറഞ്ഞാൽ അവരോട് കോടികൾ 50, 60, 70 കോടി വിൽക്കുന്ന ഒരുത്തനോട് 1 ലക്ഷം രൂപയുള്ള ഞാൻ ഓപ്പോസിറ്റ് നിന്ന് ഞാൻ ബൈ ചെയ്ത് ജയിക്കും എന്നല്ല ഉദ്ദേശിച്ചത്. ആളുകളുടെ പാനിക് സെല്ലിങ്ങിൽ നമുക്കറിയാം ഇത് സംഭവിക്കാൻ പോലും നമ്മൾ ഏർലിയസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഏർലിയർ നമ്മൾ കാൽക്കുലേറ്റഡ് ആണ്.
ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ ഇങ്ങനെയൊക്കെ വരാം, ഇങ്ങനെയൊക്കെ വന്നാൽ എനിക്കിവിടെ ആവറേജ് ചെയ്ത് കോസ്റ്റ് ആവറേജ് ചെയ്യാൻ എനിക്ക് കഴിയും. ആ കോസ്റ്റ് ആവറേജ് ചെയ്താൽ നെക്സ്റ്റ് ടൈം തിരിച്ച് അടുത്ത വേവ് മുന്നോട്ട് വരുമ്പോൾ എന്റെ കോസ്റ്റ് വളരെ താഴെയാകുകയും പ്രോഫിറ്റിന്റെ റേഞ്ച് എനിക്ക് വർദ്ധിക്കുകയും ചെയ്യും. ഇതെല്ലാം നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഇത്തരം സിറ്റുവേഷൻസ് എല്ലാം ട്രേഡ് എടുക്കുന്നതിന് മുമ്പ്, ഇൻവെസ്റ്റ് എടുക്കുന്നതിന് മുമ്പ് ആ കമ്പനിയെ കുറിച്ച് പഠിക്കുമ്പോഴേ നമ്മൾ ധാരണയോടുകൂടി നമ്മൾ ചെയ്തു വെച്ചേക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ആൾക്കൂട്ടത്തിനൊപ്പം നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ, ആൾക്കൂട്ടത്തിനൊപ്പം വായിക്കാൻ തുടങ്ങുമ്പോൾ അവരുടെ ചിന്താഗതികളും അവരുടെ പ്രവർത്തനങ്ങളും നമ്മൾ കൂടുതൽ വാച്ച് ചെയ്യണം. മാർക്കറ്റിൽ എന്തെങ്കിലും സംഭവിക്കണം നമ്മൾ വാച്ച് ചെയ്യണമല്ലോ. കാരണം നമ്മൾ കണ്ണടച്ച് വെച്ചിട്ട് ഓക്കെ ഞാൻ ചെയ്ത കമ്പനിക്ക് ഒരു കുഴപ്പമില്ല, മാർക്കറ്റ് എന്ത് സംഭവിച്ചാലും സംഭവിക്കട്ടെ എന്ന് ചിന്തിക്കാൻ നമുക്ക് പറ്റത്തില്ല. നമ്മൾ പ്രസന്റ് എക്കണോമിക് കണ്ടീഷൻ ചിന്തിക്കണം, മാർക്കറ്റിലാവും അതിന് വരുന്ന മാറ്റങ്ങൾ നോക്കണം, ഇതെല്ലാം നോക്കണം. ഇത് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ള ചിന്തകളും മറ്റുള്ള പ്രവർത്തനം മറ്റുള്ളവരുടെ ലെറ്ററുകളും റൈറ്റിങ്ങുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ വായിക്കേണ്ടി വരും. സ്വാഭാവികമായിട്ടും നമ്മുടെ മൈൻഡ് ആ രീതിയിലേക്ക് രൂപപ്പെടും. അപ്പൊ ആൾക്കൂട്ടത്തിന് ഓപ്പോസിറ്റ് ആയിട്ട് നിന്ന് അവരെ എതിർക്കുകയല്ല, അവരുടെ ബിഹേവിയർ പുറത്ത് നിന്ന് നമ്മൾ വാച്ച് ചെയ്ത് അതിലെ തെറ്റ് കുറ്റങ്ങൾ എന്താണ്, അതിനകത്ത് സംഭവിക്കാൻ പോണ കാര്യം എന്താണെന്ന് പുറമേ നിന്ന് വാച്ച് ചെയ്ത് അന്വേഷിക്കുന്ന വ്യക്തിക്ക് മനസ്സിലാവും. അത്തരത്തിൽ നമ്മൾ ആ ആൾക്കൂട്ടത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പൊസിഷൻ സൈസ് ചെയ്തുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് ഭാവിയിലേക്ക് എങ്ങനെ അത് പ്രോഫിറ്റ് ആക്കാം എന്ന രീതിയിൽ നമ്മുടെ മൈൻഡ് ഡിസിപ്ലിൻ ചെയ്യുന്നതാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലാണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടത്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ലോട്ട് ഓഫ് ഹാർഡ് വർക്കിംഗ് എന്ന് പറഞ്ഞാൽ മൈൻഡ് ശരിക്കും നമ്മളെ എവിടെ വെച്ച് അത് ഇൻവെസ്റ്റ്മെന്റ് കൂട്ടണം, എവിടെ വെച്ച് ഇറക്കണം, അതുപോലെ തന്നെ എക്സിറ്റ് ചെയ്യണം, ഇത്തരം കാര്യങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഇൻവെസ്റ്റ്മെന്റ് ആവുള്ളൂ. നമ്മൾ സ്വാഭാവികമായിട്ടും 95% പേര് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒന്ന് വെറുതെ കുറച്ച് പൈസ ഉള്ളതുകൊണ്ട് കയറുമെന്ന് തോന്നുന്നു ഷെയറിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഷെയർ നമ്മൾ ട്രേഡ് എടുത്ത് ഇപ്പൊ പ്രോഫിറ്റ് കിട്ടും, ഒരു 10 രൂപ അല്ലെങ്കിൽ 15 രൂപ അല്ലെങ്കിൽ 20% പ്രോഫിറ്റിൽ വിറ്റേക്കാമെന്ന് കരുതി എടുക്കുന്ന ട്രേഡ് താഴോട്ട് വന്ന് അത് റിസ്ക് മാനേജ്മെന്റ് ചെയ്യാതെ സ്റ്റോപ്പ് ലോസ് വെക്കാണ്ട് കാത്തിരുന്ന് നമ്മുടെ തലയിലായിട്ട് അത് വെച്ചുകൊണ്ടിരുന്ന് അങ്ങനെയാണ് സ്വാഭാവികമായിട്ടും ഇൻവെസ്റ്റ്മെന്റുകൾ ഉണ്ടാകുന്നത്. അത്തരം ഇൻവെസ്റ്റ്മെന്റുകളാണ് 90% മാർക്കറ്റിൽ ഉണ്ടാകുന്നത്. അല്ലാതെ ഇത്തരത്തിൽ നമ്മൾ മനസ്സിലാക്കി ഡിസിപ്ലിൻ ചെയ്ത് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് വളരെ ഹാർഡ് വർക്കിംഗ് ആണ്, വളരെ ബ്രെയിൻ സ്റ്റോമിംഗ് ആണ്, എന്നാൽ വളരെ എൻജോയബിൾ ആണ്. കാരണം നമ്മളത് ആവറേജ് ചെയ്ത് കോസ്റ്റ് ആവറേജ് ചെയ്ത് വെക്കുമ്പോൾ നെക്സ്റ്റ് ലെവൽ ഓഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഡബിൾ ഓർ ട്രിപ്പിൾ ചെയ്തു പോകും. അതിന്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടും. അപ്പൊ അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ മൈൻഡിനെ ഡിസിപ്ലിൻ ചെയ്യണം. ആൾക്കൂട്ടത്തിനെതിരായിട്ട് ഇപ്പൊ സെൽ ഓഫ് വന്നാൽ കോസ്റ്റ് ആവറേജ് ചെയ്യാനും അതുപോലെ തന്നെ പിടുത്തം വിട്ട് കയറുവാണ്. ഭയങ്കരമായ ബുള്ളിഷ് ട്രെൻഡിലെ ആളുകൾ എല്ലാം ബൈ 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 ഇതെല്ലാം ഇപ്പൊ കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കരമായിട്ട് കയറിപ്പോവും. ഈ രീതിയിലുള്ള ആൾക്കാർ യൂഫോബിയ ഉണ്ടാവും മാർക്കറ്റിൽ. അത്ര യൂഫോബിയയിൽ നമ്മൾ മാറി നിൽക്കാൻ പഠിക്കണം. ഇപ്പൊ ഞാൻ ഇപ്പൊ നമ്മൾ ചെയ്ത സാധനം 500 രൂപയ്ക്ക് എടുത്തു, അവിടുന്ന് എടുത്തു 600, 700, 800 ഡബിളായി കഴിയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ആളുകൾ പറയുന്നത് അടുത്ത മാസം ഇത് 1500 അല്ലെങ്കിൽ 6 മാസം കൊണ്ട് 2500. ഇത്തരം ആളുകൾ വളരെയധികം ഗ്രീഡി ആയിട്ട് ഇതിന്റെ ലെവൽസ് പ്രവചിക്കാൻ തുടങ്ങും. അങ്ങനെ സംഭവിക്കുമ്പോഴും അതിനകത്ത് റിസ്ക് ഉണ്ട്. കാരണം ഇത് ഏത് സമയത്തും താഴെ പോരാമെന്ന് ആളുകൾ ഭയങ്കര ബുള്ളിഷായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഏത് സമയത്തും ആളുകൾ തിരിച്ച് ഇത് സെല്ലാവും, പാനിക്കാവും, ആളുകൾ ഇതിനേക്കാളും സ്പീഡിൽ താഴെ വരാമെന്ന് ചിന്തിക്കണം. നമ്മൾ മേടിച്ചു വെച്ചേക്കുന്ന ഡബിളായി നമ്മൾ 1 ലക്ഷം രൂപ മുടക്കി 2 ലക്ഷം രൂപയായി ഇരിക്കുകയാണെങ്കിൽ അതിൽ 25% ഞാനങ്ങ് ബുക്ക് ചെയ്ത് വെക്കട്ടെ എന്ന് തീരുമാനിക്കാം. എന്റെ മുതലും കഴിഞ്ഞിട്ട് ഒരു 25% ഞാൻ പ്രോഫിറ്റ് ചെയ്ത് ബുക്ക് ചെയ്ത് വെക്കട്ടെ എന്ന് ചോദിക്കാം. വീണ്ടും അവിടുന്ന് കയറുകയാണെങ്കിൽ 35-40% ബുക്കിങ്ങിലേക്ക് മാറ്റാം. അവിടെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്കത് മാക്സിമം ഹോൾഡ് ചെയ്ത് പോവാം. ഒരു 60-70% നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ബാക്കി ഒരു 30% കൊണ്ട് നമ്മൾ മാക്സിമം ഗെയിനിലേക്ക് റയൺ ചെയ്യാം. അതൊരു പക്ഷെ തിരിച്ചു വന്നാലും നമുക്ക് അവിടെ വെച്ച് എക്സിറ്റ് ചെയ്ത് മാറാൻ പറ്റും. ഇത്തരത്തിൽ നമ്മുടെ മൈൻഡ് വളരെ ഡിസിപ്ലിൻഡ് ആക്കുക എന്നാണ് ഇൻവെസ്റ്റ്മെന്റ് ഏറ്റവും പ്രധാന കാര്യം. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വെറുതെ അവിടെ വാങ്ങിയിട്ട് ഇരിക്കുകയല്ല. താഴോട്ട് വന്നാൽ എന്ത് ചെയ്യണം, എങ്ങനെ കോസ്റ്റ് ആവറേജ് ചെയ്യണം, മുന്നോട്ട് പോയാൽ എങ്ങനെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യണം, അത് ഏതെല്ലാം രീതിയിൽ പ്രോഫിറ്റ് എവിടെയെല്ലാം വെച്ച് എക്സിറ്റ് ചെയ്യണം, ഇത്തരം കാര്യങ്ങളെല്ലാം വാച്ച് ചെയ്യുകയും പ്രീപ്ലാൻഡ് ആയിട്ട് കാര്യങ്ങൾ ഉണ്ടാക്കുകയും നിരന്തരമായി വാച്ച് ചെയ്ത് അതിനനുസരിച്ച് നമ്മുടെ പൊസിഷൻസ് അഡ്ജസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇൻവെസ്റ്റ്മെന്റ് അത്രത്തോളം ഹാർഡ് വർക്കിംഗ് ഉള്ള കാര്യമാണ്. നമ്മളിപ്പോൾ അത്ര ഈസി ആയിട്ട്
കുറച്ച് പൈസ മുടക്കിയിട്ട് ഇത് കയറുന്നില്ലേ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നതിന് പോലും ആ ഒരു ഫുൾ റെസ്പെക്റ്റോട് കൂടി ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള ആ ഒരു ഫുൾ നമ്മൾ എടുക്കുക. എടുത്തു കഴിയുമ്പോൾ നമ്മൾ വലിയൊരു ഇൻവെസ്റ്ററായി മാറാൻ ഇത് വേണം. നമ്മൾ വെറുതെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. അപ്പം ഇത്ര ആ പ്രോഫിറ്റ് എടുക്കുവാനും അത് ഇൻവെസ്റ്റ്മെന്റ് കൂട്ടേണ്ടടുത്ത് കൂട്ടുവാനും കുറയ്ക്കേണ്ടടുത്ത് കുറയ്ക്കുവാനും വീണ്ടും അത് റീ എൻട്രി എടുത്ത് ആവറേജ് ചെയ്ത് കൂട്ടണമെങ്കിൽ കൂട്ടുവാനും ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ മൈൻഡ് ഡിസിപ്ലിൻ ചെയ്യണം. അപ്പൊ കുറെ കാലം അത് മൂവ് ചെയ്യാതെ കിടക്കുകയാണെങ്കിൽ അതിനെന്ത് ചെയ്യണം? അതിനെ നമ്മുടെ പണം അവിടെ ബ്ലോക്കായി പോവും. ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ എപ്പോഴും വാച്ച് ചെയ്യുകയും സ്റ്റഡി ചെയ്യുകയും മൈൻഡിലുണ്ടാകുകയും ചെയ്യണം. അങ്ങനെയാണ് ഇൻവെസ്റ്റർ. അത്തരത്തിലാണ് നമ്മൾ ഇൻവെസ്റ്ററായി മാറുന്നത്. അല്ലാതെ വെറുതെ വാങ്ങി വെക്കുന്നതല്ല ഇൻവെസ്റ്റർ. അപ്പൊ അത്തരം കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് നല്ലൊരു ഇൻവെസ്റ്ററായി മാറാൻ എല്ലാവർക്കും കഴിയട്ടെ.